Good morning, sir. Yes, good morning. Good morning, sir. Good morning. Yes, good morning. Good morning. Good morning, sir. Okay, good morning. Fatima, good morning. Then, how was your Christmas celebration and Christmas holidays? Okay, just have Srina. Okay, I should. Okay, Nishida. Okay, നമുക്ക് ആരംഭിച്ചാലോ? Let us start. Okay. Okay, Nishida. Okay, very good. Yes, Arya. Okay. അപ്പോൾ ക്രിസ്തുമസ് ഒക്കെ നിങ്ങൾ കാര്യമായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. ക്രിസ്തുമസിന്റെ ആലസ്യത്തിൽ നിന്ന് എല്ലാവരും മുക്തരായിട്ടില്ല എന്നുള്ള കാര്യം നമ്മുടെ നമ്പർ കാണുമ്പോൾ നമുക്കറിയാം. യെസ്, ഓക്കെ. അപ്പൊ എല്ലാവർക്കും വീണ്ടും ക്ലാസ്സിലേക്ക് സ്വാഗതം. അത് ആരംഭിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ടെൻസുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ രണ്ട് ടെൻസുകളെ കുറിച്ച് പറഞ്ഞു. അതിലൊന്ന് സിമ്പിൾ പ്രസന്റ് ആണ്, അടുത്തത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പ്രസന്റ് ആയ സെന്റൻസിന്റെ പോസിറ്റീവായ സെന്റൻസിനെ കുറിച്ച് പറഞ്ഞു, നെഗറ്റീവായ സെന്റൻസിനെ കുറിച്ച് പറഞ്ഞു, ഇൻട്രോഗേറ്റീവായ ക്വസ്റ്റ്യൻ മോഡലുള്ള വാചകങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ സബ്ജക്റ്റ് സിംഗുലർ വരുമ്പോഴുള്ളതിനെ കുറിച്ച് പറഞ്ഞു, സബ്ജക്റ്റ് പ്ലൂറൽ വരുമ്പോഴുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സിമ്പിൾ പാസ്റ്റിലേക്ക് വന്നു. സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞു അതേ ചോദ്യത്തിന്റെ നെഗറ്റീവ് വാചകം ഉണ്ടാക്കുമ്പോൾ ഡിഡ് നോട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ഡിഡ് നോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കരുത്, അത് പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാവൂ, പക്ഷെ പാസ്റ്റ് ടെൻസിന്റെ അർത്ഥമാണ് കിട്ടുക എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതെന്നാണ് എന്റെ വിശ്വാസം. ഇതിൽ നിന്ന് വ്യത്യസ്തത എന്തെങ്കിലും ഉണ്ടാകും? അമ്മു ഇത്രയല്ലേ പറഞ്ഞേ? യെസ്, ഓക്കെ, യെസ് മാം, റെഡിയാണ്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ദേ ഡിഡ് നോട്ട് ഗോ, അവർ പോയിട്ടില്ല എന്ന് പറയുന്നത്. ഓക്കെ, ദേ ഡിഡ് നോട്ട് ഗോ, അവർ പോയിട്ടില്ല. ദേ ഡിഡ് നോട്ട് ടേക്ക്, അവർ എടുത്തിട്ടില്ല. ദേ ഡിഡ് നോട്ട് കം, അവർ വന്നിട്ടില്ല. ദേ ഡിഡ് നോട്ട് സ്റ്റഡി, അവർ പഠിച്ചിട്ടില്ല. ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ദേ ഡിഡ് നോട്ട് സ്റ്റഡി എന്നുള്ള എക്സാമ്പിൾ എടുക്കുന്നു. അപ്പൊ ദേ ഡിഡ് നോട്ട് സ്റ്റഡി, അവർ പഠിച്ചിട്ടില്ല. ഞാനതൊരു ചോദ്യമാക്കിയാണ്. അവർ പഠിച്ചോ? ഇന്നലെയോ അല്ലെങ്കിൽ ഇതിനു മുമ്പോ അവർ പഠിക്കേണ്ടതായിരുന്നു. പഠിക്കാറുണ്ടോ എന്നല്ല ചോദിക്കുന്നത്, പഠിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പഠിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആ ഡിഡ് എന്നുള്ളത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചോദ്യമായിട്ട് പറയുന്നു. നോട്ട് കളയുന്നു, ഡിഡ് നമ്മൾ ആദ്യം പറയുന്നു. അപ്പൊ എങ്ങനെ വരുമ്പോ അത് ഡിഡ് ദേ സ്റ്റഡി, അവർ പഠിച്ചോ? അല്ല, ഡിഡ് ദേ സ്റ്റഡി. അവർ വന്നോ? ഡിഡ് യു കം, നിങ്ങൾ പഠിച്ചോ? ഡിഡ് യു സ്റ്റഡി. അപ്പൊ നമുക്ക് അതിന്റെ ഡിഡ് യു സ്റ്റഡി എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ആൻസർ പറയുമ്പോൾ യെസ് ഐ സ്റ്റഡീഡ്, ഫസ്റ്റ് ടെൻസിൽ പറയണം. അതിന്റെ ആൻസർ ഫസ്റ്റ് ടെൻസിൽ പറയണം.
ഇപ്പൊ പഠിച്ചിട്ടില്ലെങ്കിൽ നോ ഐ ഡിഡ് നോട്ട് സ്റ്റഡി. നോ ഐ ഡിഡ് നോട്ട് സ്റ്റഡി. അപ്പൊ ഡിഡ് എന്നുള്ളത് ആദ്യം പറഞ്ഞു കഴിയുമ്പോൾ അത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറുന്നത്. എങ്ങനെയുള്ള ക്വസ്റ്റ്യൻ? ഡിഡ് യു നോ? ആ, നിങ്ങൾക്കറിയാമോ? ഡിഡ് യു നോ? അപ്പൊ രണ്ട് ആൻസർ പറയാം, യെസ് എന്നും പറയാം, നോ എന്നും പറയാം. അപ്പൊ ആ ഡിഡ് യു നോ എന്നുള്ളതിന്റെ ആൻസർ യെസ് എന്നാണെന്ന് പറയുകയാണെങ്കിൽ യെസ് ഐ ന്യൂ. പാസ്റ്റ് ടെൻസ് പറയാം. നോ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ന്യൂ, ഐ ന്യൂ. നെഗറ്റീവ് ആയിട്ടാണ് പറയണമെന്നുണ്ടെങ്കിൽ ആ എന്ത് പറയണേ? ജസ്റ്റ് നോ ഐ ഡിഡ് നോട്ട് നോ. ആദ്യത്തെ എന്നോ നോ അല്ല, ഐ ഡിഡ് നോട്ട് നോ. ഓക്കെ, അപ്പൊ ഡിഡ് വെച്ചുള്ള രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു. ഡിഡ് വെച്ച് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ. എഴുതിയാലും മതി. ഡിഡ് Did you pass the exam? ഡിഡ് യു പാസ് അല്ല, പാസ്. ഓക്കെ ഓക്കെ, പാസ് അല്ല പറഞ്ഞേ. Alla, pass. ആ പാസ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഡിഡ് യു പാസ് ദ എക്സാം? ഓക്കെ, നീ പരീക്ഷ പാസ്സായോ? ഞാൻ പറയാം നോ ഐ ഡിഡ് നോട്ട് പാസ് ദ എക്സാമിനേഷൻ. അല്ലെങ്കിൽ പറയാം യെസ് ഐ പാസ്ഡ് ദി എക്സാമിനേഷൻ. ആ സഫീർ ചോദിക്കുന്നു ഡിഡ് യു കോൾ യുവർ സിസ്റ്റർ? സനീൽ ചോദിക്കുന്നു ഡിഡ് യു സ്പീക്ക് ഹിന്ദി? ഓക്കെ. ഡിഡ് യു വാച്ച് ടി വി? ഫാത്തിമ. ഡിഡ് യു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്? ജിനി. ഡിഡ് യു എയ്റ്റ് ഫുഡ്? ആര്യ. അത് എയ്റ്റ് എന്നുള്ള പാസ്. ഡിഡ് ഒരു പെർസെന്റേജ് എയ്റ്റ് എന്നല്ല. ഡിഡ് യു റിമെമ്പർ മീ? ജസ്റ്റ്. ഓക്കെ. അഭിരാമി ചോദിക്കുന്നു ഡിഡ് യു സിംഗ് സോങ്? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. ഡിഡ് യു സിംഗ് സോങ്? നിങ്ങൾ ഒരു പാട്ട് പാടിയോ? യെസ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഡിഡ് വെച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയാലോ. നിഷിത പറയുന്നു ഡിഡ് യു റൈറ്റ് നോട്ട്? നോട്ട് എഴുതിയോ? ഡിഡ് യു റൈറ്റ് നോട്ട്? ശരിയാണ്. ഡിഡ് യു റൈറ്റ് നോട്ട്? കറക്റ്റ് ആണ്. ഡിഡ് യു മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്? ഓക്കെ ശ്രീന, ശരിയാണ്. ഡിഡ് യു മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്? ശരിയാണ്. യെസ്. ഇനി ഡിഡ് വെച്ച് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും. ഡിഡ് യു നോ അബൌട്ട് ഇറ്റ്? ചിത്ര, ശരിയാണ്. ഇതിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഓക്കെ. ഡിഡ് യു ഗോ ടു കോളേജ്? സവിത, ശരിയാണ്. നീ കോളേജിലേക്ക്. ഡിഡ് യു ബാത്ത് ടുഡേ? ഫാത്തിമ, വെരി ഗുഡ്. ഡിഡ് യു ബാത്ത് ടുഡേ? യെസ്. Did you celebrate Christmas? ഒക്കെ പറയാം. നിഷ്മ ശരിയാണ്. Did you celebrate Christmas? ഡിഡ് യു സെലിബ്രേറ്റ് ക്രിസ്മസ്? അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ശബ്ദത്തിന് കുറവായി പോയെ. ഡിഡ് യു വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്? ഓക്കെ. ഹരിയ, യെസ്, ശരിയാണ്. ഇപ്പൊ പറഞ്ഞതൊക്കെ ശരിയാണ്. ഓക്കെ 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 ഓക്കെ, കറക്റ്റ് ആണ്. യെസ്. ഇനി ആരുമില്ല? ഓക്കെ. അപ്പൊ നമുക്കിവിടെ വേണ്ടത് രണ്ട് പേരെയാണ് നമുക്കിവിടെ വേണ്ടത്. ഡിഡ് യു കട്ട് ദ കേക്ക് ഫോർ ക്രിസ്മസ്? സവിത. ഓക്കെ ഓക്കെ ഓക്കെ. സവിതനെ തന്നെ ഒരാളെ വിളിക്കാം അല്ലേ? സവിത. ഓക്കെ. അപ്പോൾ സവിത ഡിഡ് വെച്ചുള്ള ഒരു 5 ചോദ്യങ്ങൾ ഒരാളോട് ചോദിക്കാം. ഡിഡ് വെച്ചുള്ള 5 ചോദ്യങ്ങൾ നമുക്ക് ഇന്ന് എന്ത് സംഭവം ചോദിക്കാം. ഡിഡ് യു ടേക്ക് ബാത്ത് ടുഡേ? അത് ചോദിക്കാം. അല്ലെങ്കിൽ ഡിഡ് യു ടേക്ക് യുവർ ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കാം. അല്ലെങ്കിൽ ഡിഡ് യു എന്ത് വെച്ചും ഇന്ന് നടന്ന രാവിലെ തുടങ്ങി ഇത്ര സമയത്തുള്ളിൽ നടന്നിട്ടുണ്ടായ, അല്ലെങ്കിൽ ഇന്നലെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്രിസ്തുമസ് മാസം ക്രിസ്തുമസ് സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തുണ്ടെങ്കിലും ആയിക്കോട്ടെ, ഡിഡ് വെച്ചുള്ള ഒരു 5 ചോദ്യങ്ങള് ആരോട് ചോദിക്കുന്നു? ജസ്റ്റിനോട് ചോദിക്കുന്നു. ജസ്ല. 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 യെസ്. ഓക്കെ. ഫാത്തിമ. ഫാത്തിമത്ത്. സവിത ഈസ് റെഡി. ഇനി ഒരാൾ കൂടി. രാഗി. യെസ്. മറിയക്കുട്ടി കറക്റ്റ് ആയിരിക്കും. യെസ്. മരിയ.
മരിയ ഇതെന്താ ആരും കൂടെ വരാതെ? ഈ ക്രിസ്തുമസിന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ലേ സവിതാർക്കും? അമ്മു 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 സാധാരണ വിളിക്കുമ്പോ തന്നെ വരുന്ന ആളായിരുന്നല്ലോ. യെസ്. ഹലോ സർ. എവിടെ ആരാണ്? രാജി. രാജി. രാജി ഞാൻ വിളിക്കാൻ പോയതാണ്, അപ്പോഴൊക്കെ രാജി വന്നു. യെസ്, ഓക്കെ. അപ്പോ രാജി, സവിത ഡിറ്റ് വെച്ചിട്ട് ഒരു 5 ചോദ്യം രാജിനോട് ചോദിക്കും. സിമ്പിൾ ആണ്. സവിത ചോദിച്ചു, അതിന് ആൻസർ പറയാം. യെസ് എന്ന് പറയാം, അതിന് നോ എന്ന് പറയാം. ഇഷ്ടമുള്ള ആൻസർ പറയാം. Okay, sir. Did you attend mock test? Did you Attend mock test? Yes. Did you attend the mock test? Yes, I attempt daily. ഒക്കെ പറയും രാജി. Yes, I attempt. Yes, I attended. Yes, I attended. Okay. Did you have No, coffee? I did not attend. Yes, I did. Okay, Sabira. Did you have coffee? No, Did you get I did not have I coffee. did coffee. Yes, yes or no എന്ന് പറയുമ്പോഴേ ഈ ഭംഗി കുറവും. യെസ് അല്ലെങ്കിൽ നോ എന്ന് മതി, പക്ഷെ എന്താണ് സെന്റൻസിൽ ആഡ് ചെയ്തു. യെസ്. Did you study? Yes, I studied. Subject. Did you study? Yes, I studied. Did you cut cake on Christmas? Yes, I cut. ശരിയാണ്. Yes, I cut the cake on the Christmas Eve. Okay. Did you prepare breakfast? Jackie, മറുപടി പറയൂ. Did you prepare your breakfast? Yes, I prepared I breakfast. prepared the breakfast. Okay, okay. അപ്പൊ സവിത, ഓക്കെ. 5 ചോദ്യത്തിൽ കൂടുതൽ അവരോട് ചോദിച്ചോ. സവിത ചോദിക്കാൻ വന്നതല്ലേ. ചോദിച്ചു സവിത. complete sir. അഞ്ചായി. അഞ്ചെണ്ണം കഴിഞ്ഞല്ലേ. അപ്പൊ രാജി, ഈ തിരിച്ച് 5 അങ്ങോട്ട് ചോദിച്ച് ചോദിച്ചത് ചോദിക്കണ്ട, ഒരു വെറൈറ്റി പിടിച്ചോ. Did you watch Barros? Did you watch? Barros movie. Clear ആയില്ല, ലാസ്റ്റ് വാക്ക് ക്ലിയർ ആയില്ല. Did you watch Barros movie? Yes. Okay. No, I did not. എന്താ സവിത മറുപടി എന്താണ്? No, I did not. I did not. No, I did not. Okay. ശരി. ഡിഗ്രി വെച്ച് വേറെ ചോദ്യം ചോദിക്കും. Did you prepare lunch? Yes, I did. I did prepare. Yes, I prepared lunch. Yes, I did. Okay. Did you call your mother today? Sorry? Did you call your mother today? Yes, I did. Yes, I called. Okay. ഇനി ചോറും കാര്യങ്ങൾ ഡിഗ്രി വെച്ച് ചോദിക്കാൻ കിടക്കുന്നു. വഴിയിൽ വെച്ച് കണ്ടു കഴിയുമ്പോൾ ചോദിക്കുന്ന കാര്യങ്ങൾ ചോദിച്ചോ. 3 എണ്ണം 2 എണ്ണോട് ചോദിക്കും. മുറി വൃത്തിയാക്കിയോ, ഡ്രസ് അലക്കിയോ, മുടി കട്ട് ചെയ്തോ, അല്ലെങ്കിൽ മേക്കപ്പ് ഇട്ടോ, ഫേഷ്യലിംഗ് നടത്തിയോ, ഇതിനൊക്കെ എടുക്കല്ലേ. Did you clean your home today? Sorry? Did you clean your home today? Yes, I cleaned. Yes. Did you take bath today? Not it. ചോദ്യം മാറ്റാനാ. യെസ്. ഓക്കെ രാഗി. ഓക്കെ.
റെഡി. അപ്പൊ രാഗി ചോദിച്ചു, അതിനോടൊപ്പം തന്നെ സമിത മറുപടി പറഞ്ഞു, സമിത ചോദിച്ചു, രാഗി മറുപടി പറഞ്ഞു. ഓക്കെ, ഇനി അഭിരാമി കണ്ടല്ലോ, ഇതുപോലെ ഒരു 5 ചോദ്യങ്ങൾ ചോദിക്കണം. ഓക്കെ, ഡിഗ്രി തുടങ്ങുന്ന 5 ചോദ്യങ്ങൾ ചോദിച്ചത് കഴിയുന്നതും ഒഴിവാക്കാൻ നോക്കുക. തീരെ നിവൃത്തിയിലേക്ക് ഒന്നോ രണ്ടോ എടുത്തോ, കഴിയുന്നതും ഒഴിവാക്കാൻ നോക്കുക. ഓക്കെ, സഫീറ സഫീറ യെസ്, സഫീറ സഫീറയില്ല. യെസ്, ഇനി അപ്പൊ അഭിരാമിക്ക് ഡിഗ്രി വെച്ചിട്ട് ചോദ്യം ചോദിക്കാൻ 5 മറുപടി പറയാൻ പറ്റുന്ന ഒരാളും കൂടെ വരിക. എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞോളാം. യെസ്, ഓക്കെ, സൂര്യ വെരി ഗുഡ് സൂര്യ. ഓക്കെ ഓക്കെ, അപ്പൊ അത് കഴിയുമ്പോൾ സൂര്യയും എന്തിനാണ് ചോദിക്കാനായിട്ട് മനസ്സിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചോ. ഓക്കെ അഭിരാമി, ഡിഗ്രി വെച്ചോണ്ട ഒരു 5 ചോദ്യങ്ങൾ ചോദിക്കും. ഇത് ഉറപ്പ് ചോദ്യം. Did you wash dress? Hello, clear. Hello. Did you pray today? Yes, I prayed. Do you wash dress? Do you? No, I didn't. Okay. Did you cut vegetables? No, I didn't cut vegetables. Did you cut hair? No, I didn't cut my hair. Okay. Did you cook today? Did you? Cook today? Yes, I cooked today. Okay. ഇത്രയുള്ളൂ സാർ. ഓക്കെ, ഇനി സൂര്യ ഒരു 5 കൂടി ചോദിച്ചാൽ. Did you celebrate your Christmas yesterday? Yes, I did it. Did you finish the job? Work. No, I does not did it. Did you take your bath? Yes, I did it. Did you say something? No. Did Yes, you go what to would you- picnic yesterday? Clear ആയില്ല. Did you go to picnic yesterday? Yes, I did it. Yes, Did you cook today? Yes, I did it. നീണ്ട സൂര്യ കയ്യില് ചോദ്യങ്ങള്. Did you pass your test? Yes, I did it. Did you sleep well yesterday? Yes, I did it. യെസ്, സൂര്യ ഇനിയുണ്ടോ കയ്യില്? കഴിഞ്ഞു സർ. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ സൂര്യ, ഓക്കെ അഭിരാമി, ഓക്കെ ഓക്കെ. ഒരു 2 പേരും കൂടി. ഈ ആരൊക്കെ 2 പേര്? ഞാൻ റെഡി എന്ന് പറഞ്ഞിട്ട് വന്നാൽ മതി. ഞാനിങ്ങനെ ഓരോരുത്തരുടെ പേര് പറയുകയും ഞാൻ തന്നെ ചമ്മുകയും ചെയ്തതിനേക്കാൾ ഭേദമാണല്ലോ നിങ്ങൾ. ഒന്ന് ഞാൻ പറയാം സാർ. സൗമ്യ, ഓക്കെ സൗമ്യ റെഡി. ഇനി ഒരാളും കൂടി, 1 more person. 1 more person. സൗമ്യയെ പോലെ ധൈര്യസമേതം. ഞാൻ നിൽക്കുക, നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറല്ലേട്ടാ. യെസ്, അടുത്ത ആള്. അന്നൊക്കെ നല്ല പാട്ടൊക്കെ പാടിയ ആൾക്കാരുണ്ടായിരുന്നില്ല, അവർക്കൊക്കെ ധൈര്യമുള്ളതല്ലേ. കാവ്യ. സഫീറ റെഡിയാണോ? റെഡിയാ. ഓക്കെ ഓക്കെ. അപ്പൊ സൗമ്യയും സഫീറയും. അപ്പോ സഫീറയോട് സൗമ്യ ഡിഡ് വെച്ച് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു, സഫീറ അതിന് മറുപടി പറയുന്നു. ആഫ്റ്റർ ദാറ്റ് സഫീറ അങ്ങോട്ട് ചോദിക്കുന്നു ഡിഡ് വെച്ച് വരുന്ന ചോദ്യങ്ങൾ. ഓക്കെ, ചോദിച്ചോളൂ സൗമ്യ. ആയിക്കോട്ടെ സാർ. Did you collect the
exam fee? No. അടുത്ത ചോദിച്ചോട്ടെ. No. Hello. ചോദിച്ച സൗമ്യ. Did you uh, did you make Christmas cake yesterday? No. Did you watch the movie Kamaran? Did you watch the movie Kamaran? No. No. സഫീറൊക്കെ ആണ്. Yes. No. Okay. Did you drink water today? Okay, Yes. അത് Drink വരണ്ടേ അല്ലേ സാറേ? പറഞ്ഞോ. Did you drink water today? Yes, I did. Okay. Did you wish your husband yesterday? Because of yesterday was your anniversary. Yes. Did. It was just joke. Okay, then did you call your mother-in-law yesterday? Yes. Then did you sleep well yesterday? No. Okay. Then did you അത്ര പോരെ? ആയില്ലേ? ഓക്കെ. സൗമ്യ പ്രതീക്ഷിച്ചതിന് വേറെ ലെവലിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സഫീറ ചോദിച്ചോളൂ. സഫീറ ചോദിച്ചോളൂ. Did you go for the last vacation? No, I was just busy yesterday, so we didn't went picnic. Yes. Did you last tell സഫീറ കട്ടായി പോകുന്നുണ്ട്. ചേർന്ന് പറയും, അല്ലെങ്കിൽ റേഞ്ചുള്ള സ്ഥലത്തോട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പറയും. Okay. മനസ്സിലാവുന്നില്ല. Did you last ഡിറ്റ് മാത്രം കേൾക്കുന്നുള്ളൂ സഫീറ. പറഞ്ഞോളൂ, കേൾക്കുന്നില്ല. did you ഡിഡ് കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? ഡിഡ് മാത്രമേ കേൾക്കുന്നുള്ളൂ. Did you tell സഫീറക്ക് നെറ്റിന്റെ വിഷയം തോന്നുന്നു. a lie? Did you last tell a lie? Yes, I just told a lie yesterday. Yes. Did you call mother in yesterday? No, no. My mother house is near my house, so I didn't call her. Yes. Okay. Did you eat for breakfast? Yes, I have my breakfast. Sir. Yes. ചോദിച്ചോളൂ. ഒന്നുകൂടെ പറയോ?
ഹലോ ആ പറഞ്ഞോളൂ, കേൾക്കുന്നില്ല, പറയുന്നു. അല്ല കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. കഴിഞ്ഞു. കഴിഞ്ഞു. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഓക്കെ, അപ്പൊ സൗമ്യ, സർ, how was your Christmas vacation? it was very nice. Yes. My sisters came yesterday in our home, and we Yes. cut the cake and made biryani yesterday. Yes. My husband and also came yesterday. Yes. Uh, Everyone enjoy our Christmas day by eating biryani and made payasam yesterday. Yes. Then uh, today in the morning, everyone went to their house Yes. for job. So now my baby and I'm also alone in my house. Okay, okay. But you are very happy. Yes. Anybody Christmas celebration കുറിച്ച് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും ഇംഗ്ലീഷിൽ? My Christmas celebration, my Christmas vacation. Yes. ഇന്നലെയും ഇനി നാളുമായിട്ട് നടന്ന സംഭവങ്ങള് 2-3 വാചകങ്ങൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിബഡി? എവിടെ എല്ലാവരും ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ ക്രിസ്തുമസിന്റെ ഹാങ് ഓവർ ഓരോരുത്തരെ വിട്ടു മാറിയിട്ടില്ല അല്ലേ സൗമ്യ? ആണെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ എഴുതില്ലല്ലോ നിങ്ങള്. നമ്മളിപ്പോ 100 ശിലാനും ആൾക്കാരുള്ള 52 പേര് വന്നപ്പോ തന്നെ അതിന്റെ ഹാങ് ഓവർ വിട്ടു മാറിയിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമായി. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് വരാം. അപ്പൊ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് 2 ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് അടുത്തൊരു ടെൻസിനെ കുറിച്ചാണ്. ആ ടെൻസിന്റെ പേരാണ് സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദാറ്റ് മേ ഹാപ്പൻ. ഇപ്പൊ നമുക്കിപ്പോ ഭാവിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് സിമ്പിൾ ഫ്യൂച്ചർ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ സബ്ജക്റ്റ് എഴുതും. അത് കഴിഞ്ഞതിന് ശേഷം വില്ല് അല്ലെങ്കിൽ ഷാൽ എഴുതും. വില്ല് അല്ലെങ്കിൽ ഷാൽ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വെർബ് എഴുതും. ആ വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കും. ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം സബ്ജക്റ്റ് എഴുതുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ വില്ല് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഷാൽ ഉപയോഗിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് ഉപയോഗിക്കുന്നു. ആ വെർബിന്റെ പ്രസന്റ് ടെൻസ്. തൽക്കാലത്തേക്ക് വില്ല് അല്ലെങ്കിൽ ഷാലില് നമുക്ക് വില്ല് മാത്രം വെച്ച് നമുക്ക് പറയാം. ഷാൽ എവിടെയൊക്കെ പറയാന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, സബ്ജക്റ്റ് ദേ, പിന്നെ വിൽ, പിന്നെ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ദേ വിൽ വർക്ക്. അവർ ജോലി ചെയ്യും. കണ്ട, ചെയ്തിട്ടില്ല, ചെയ്യും. ഇല്ലെങ്കിൽ ഐ വിൽ എൻഷുർ എ വർക്ക്. ഞാനൊരു ജോലി ഉറപ്പാക്കും. അല്ലെങ്കിൽ ഷീ വിൽ സെക്യൂർ എ ജോബ്. അവൾ ഒരു ജോലി നേടും. ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ് വെൽ. ഞാൻ ഇംഗ്ലീഷ് വളരെ നന്നായി പഠിക്കും. ഐ വിൽ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷിൽ ഓക്കെ സൗമ്യ. ഐ വിൽ ഡെഡിക്കേറ്റ് മൈ ലൈഫ് ഫോർ യു. നമുക്ക് ആരോടെങ്കിലും പറയാവുന്നതാണ്. എന്റെ ജീവിതം ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കും. ഐ വിൽ ഡെഡിക്കേറ്റ്. ഐ വിൽ ലിവ് ഫോർ യു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കും. യെസ്, അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, ഐ വിൽ സ്റ്റഡി വെൽ. ഐ വിൽ ബിക്കം. ഓക്കെ സവിത, ഐ വിൽ ബിക്കം എ റിച്ച് ലേഡി. ഒരിക്കലും ഞാൻ ഒരു പണക്കാരിയായ സ്ത്രീയായിട്ട് മാറും. ഐ വിൽ. ഓക്കെ നിഷിത, ഐ വിൽ ടീച്ച് മൈ ചിൽഡ്രൻ ഇൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഞാൻ എന്റെ മക്കളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അടിച്ച് പഠിക്കും. ഐ വിൽ പാസ് എക്സാമിനേഷൻ അഭിരാമി. ഓക്കെ, ശരിയാണ്. യെസ്, അപ്പൊ അങ്ങനെ ഭാവിയിൽ നടക്കും എന്ന് അല്ലെങ്കിൽ ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാലിലെ വിൽ, ഷാല്. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്. ആ വെർബിന്റെ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസോ പാസ്റ്റ് പഠിച്ചപ്പോഴല്ല, പ്രസന്റ് ടെൻസ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ
എന്ന് പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചർ. അപ്പൊ ഓക്കെ, ഒരാള് ധൈര്യമായിട്ട് നിന്ന് വന്നേ. യെസ്, Yes, sir. ഓക്കെ സബിത. ഓക്കെ സബിത, ഒന്നുമില്ല. സബിതയുടെ ഭാവികാല ജീവിതത്തില് സബിത ചെയ്യും എന്ന് അല്ലെങ്കിൽ ചെയ്യണമെന്ന് സബിത ആഗ്രഹിക്കുന്ന കാര്യങ്ങളില്ലേ, അതൊക്കെ ഒന്ന് പറഞ്ഞു. അപ്പൊ ബില്ല് വെച്ച് പറയണം. ഐ വിൽ സെന്റൻസ് ആയിട്ട് പറഞ്ഞാൽ മതി. Okay, sir. Ah. I will pass a hospital management course. I Okay, will get a good job in hospital. Ah. And then I will take insurance, medical insurance for my parents. Yes. And then I will earn some. I will earn enough money. Yes. And I will watch Korean dramas. Yes. I will watch Korean dramas. Yes. Oh, okay. I will watch Korean films. Okay. Very good. Okay. അപ്പൊ സബിത ആഗ്രഹങ്ങൾ സബിത ബില്ല് വെച്ചുള്ളത് പറഞ്ഞു. ഇല്ലേ, അടുത്ത ഒരാള് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ബില്ല് വെച്ചിട്ട് പറയുന്നു. I will write a short story. ഞാനൊരു ചെറുകഥ എഴുതും. Or I will write a novel. I will write a screenplay. ഞാനൊരു തിരക്കഥ എഴുതും. Yes, അതാ I will വെച്ചിട്ട് പറയാവുന്ന കാര്യങ്ങൾ. Just now, are you ready? ഞാനിങ്ങനെ പേരെടുത്ത് പറയാൻ നിൽക്കണ്ട. Yes. ആരാണ് പറയാനടുത്തത്? ഞാനിങ്ങനെ എത്ര പ്രാവശ്യം പറയുന്നു. ഒരു ബില്ല് വെച്ച് ആസിഫ് അലി, are you ready? ഞാനിങ്ങനെ പറയുകയും നിങ്ങളിങ്ങനെ റെസ്പോണ്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു വിഷമം തോന്നില്ലേ? ഓക്കെ. I will complete my hospital administration course. Very good. Then I will get a good job. Yes. Okay. And I share these course details to my friends and family members. Yes. Okay. I will work hard and Yes. I will earn money. Yes. And I will help my family. Yes. Okay. Very good, ചിത്ര. Very good. Okay. അതുപോലെ നിങ്ങൾ ചെയ്യുമെന്ന് okay, so good. I will tell a story to you. Yes. I will marry you. Yes. I will arrange the food for you. Yes. I will work hard for our babies. Yes. I will get a higher job in 2025. Okay. Very good. Okay. Swapna. Sir, പറഞ്ഞോളൂ. I will വെച്ച് പറയും. first I will finish my course. Yes. Then I will go to a job. Yes. Then I will buy a two-wheeler. Yes, very good. ആരും പറയാത്തൊരു കാര്യം. I will buy a two-wheeler. Okay. Then Very good. I will make savings for Yes. my child. Yes. Then I will enjoy my life. Very good. I will enjoy my life. Very good. Okay. നിങ്ങളുടെ സ്വതന്ത്രമായിട്ട് ജീവിക്കുക. Okay. I will enjoy my life. Very good. Surya. അഭിരാമിക്ക് അവസരം തരാട്ടെ. സൂര്യ വന്നിട്ടുണ്ട്. അപ്പൊ സൂര്യ നമുക്ക് പരിഗണിച്ചിട്ട് അഭിരാമിക്ക് അവസരം തരാം. ഓക്കെ, പറയൂ സൂര്യ. I will work hard to pass in
I will work hard to pass the hospital administration examination. Okay? Oh, Okay, ready. അടുത്തത് ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി നല്ല മനോഹരമായിട്ടുള്ള ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കും പറഞ്ഞ് ഐ വിൽ പ്രിപ്പയർ കേട്ടോ എന്ത് ഡെലീഷ്യസ് സ്വാദിഷ്ടമായ ഫുഡ് ഫോർ മൈ ഫാമിലി. യെസ്. I will cook a delicious food for my family. Okay. I will get a good job next year after completing this course. Very good. Buy a new home. I will buy a new home. ഓക്കെ. ഞാൻ വേറെ പറയാം. ഞാൻ എൻ്റെ മക്കളോട് പണത്തിന്റെ മൂല്യത്തെ കുറിച്ച് ഞാൻ പഠിപ്പിക്കുവാണ്. Sir, കേട്ടില്ല. പണത്തിന്റെ അല്ലെങ്കിൽ പൈസയുടെ മൂല്യത്തെ കുറിച്ച് ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കും. Okay. I will tell my children value for money. Value of money. Okay. Yes. പിന്നെ ഞങ്ങള് ഒരു ഫാമിലി ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും. I will prepare a family budget in future. എല്ലാ വർഷവും ഇനി ഇത്ര നാളുണ്ടായില്ല, ഇനി അവിടുന്ന് ഇനി എല്ലാ വർഷവും ഞങ്ങൾ ഒരു ഫാമിലി ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും. We will prepare a family budget every year. Every year. Okay. We will prepare family budget every year. ഓക്കെ. ഇനി അതിനെ പിടിച്ച് വരാൻ ഞാൻ ശരിയാക്കിക്കോ. We will prepare a family tour every year. അല്ലേ? ആ ബഡ്ജറ്റ് മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്ത് ഓക്കെ. We will plan a trip every year. Every year. അല്ലേ? അതാണ് ഓക്കെ. പിന്നെ we will go to shopping next week. Yes. Okay. Correct ആണ്. 2025 ഞാൻ എന്റെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കും. I will fulfill my wishes in the next coming year. Okay. Very good. പിന്നെ എടുക്കല്ലേ നമ്മളത് പറഞ്ഞു നോക്ക്. ഇത്രയും നേരം നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി ഞാൻ വിളിച്ചപ്പോ പറഞ്ഞില്ലേ, അപ്പൊ ആ വിളിക്കാതെ വരിക. യെസ്. കാവ്യ റെഡിയാണോ? Ready, sir. ഓക്കെ. വിളിക്കാം. ഓക്കെ. ഡൊമിനിക്ക് ഐ വിൽ കംപ്ലീറ്റ് എന്ന് വേണ്ട, കംപ്ലീറ്റ് പ്രസന്റേഴ്സ് മതി. വലിയ കഴിഞ്ഞാൽ പ്രസന്റേഴ്സ്. ഓക്കെ. ഐ വിൽ ഡ്രൈവ് എ കാർ. ഓക്കെ. I will buy a new car. ഓക്കെ. വെരി ഗുഡ് സൂര്യ. വെരി ഗുഡ്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. വെരി ഗുഡ്. യെസ്. അപ്പൊ കാവ്യ ഒരു മിനിറ്റ്. കാവ്യക്ക് മുമ്പോട്ട് അഭിരാമി റെഡി ആയിട്ടുണ്ട്. അഭിരാമിക്ക് ശേഷം കാവ്യയോട്ട് വരാം. അഭിരാമി പറഞ്ഞോളൂ. I will financially help my husband. I will stitch my dress. Yes. I will participate all programs. Yes. Okay. Very good. I will participate all programs. Okay. I will complete my course. Yes. I will read books. Okay. അത് കുഴപ്പമില്ല. അപ്പൊ ഓക്കെ. സ്വപ്ന, യു ടേക്ക് ലൈസൻസ് ഫസ്റ്റ്. ആഫ്റ്റർ ദാറ്റ് യു ടേക്ക് എ 2-wheeler. ഓക്കെ. വെരി ഗുഡ്. കാവ്യ പറഞ്ഞോളൂ. I will get a good job. Yes. I will share my earnings to my family. Yes. I will buy a house. Yes. I will buy a house. Very good. അവിടെ 2-wheeler ആയിരുന്നു, ഇവിടെ ഹൗസ് ആയി. വെരി ഗുഡ്. Yes. I will go a trip with my family. Yes.
I will take care of my parents. Yes. I will be the super mother to my son. Yes. Okay, Tyagarajan. Thank you, sir. Okay. Very good. Okay. Kavya, നന്നായിട്ടുണ്ട്. Okay, very good. Yes, അപ്പൊ ത്യാഗരാജൻ തന്നെ വരൂ. ത്യാഗരാജൻ പറയുന്നു I will go to a foreign country next year. Yes, your dreams, your wishes. Yes. ഇനി ആർക്കാണ്? ലക്ഷ്മി. Okay, Dominic, I will buy a new car next year. Okay. Yes. ഇനി ആരാണ് പറയുന്നത്? ബില്ല് വെച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള വിചാര വികാരങ്ങൾ പറയുന്നത്. യെസ് സർ, ഞാൻ പറയട്ടെ? പറഞ്ഞു നിഷിത, പറയൂ. I will buy a new home. I will start a new life. Yes. I will start a beauty parlor. Yes. I will change my nervousness. Yes, I will Change my nervousness. Okay. In the nervousness, no problem. Yes. Okay. I will meet my friends. I will make my friends happy. Okay. Okay, sir. ഓക്കെ, അപ്പൊ വീട് വേണം, ബ്യൂട്ടി പാർലർ ആരംഭിക്കണ്ട. അതപ്പോ നിങ്ങൾക്ക് ഉണ്ടാവില്ല ഒരു പ്രോജക്റ്റ് മനസ്സിൽ. സഫീർ ആണെങ്കിൽ സഫീറുടെ ആഗ്രഹം മാതാപിതാക്കന്മാർക്ക് പറയാൻ പോകുന്നേ ഉള്ളൂ. യെസ്, ഷീ ഈസ് ഗോയിങ് ടു റിവീൽ ഹെർ ഡ്രീംസ് ടു ഹെർ പാരന്റ്സ്. ഓക്കെ, ഇത്രയും മനസ്സിലായിരുന്നു. യെസ്, ഓക്കെ. അപ്പൊ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല മനസ്സിലൊരു പ്ലാൻ. യെസ്, യുവർ ഡ്രീംസ്, യുവർ വിഷസ്. എത്രയോ നാളുകളായിട്ട് നിങ്ങൾ കാണുന്ന ഒരുപാട് സ്വപ്നങ്ങളില്ലേ? പലത് കാണുമ്പോഴും പലത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ? ചിലത് കാണുമ്പോൾ ഇതുപോലെ ആകണമെന്നും ചിലത് കാണുമ്പോൾ ഇതുപോലെ ആകരുതെന്നും ആഗ്രഹിച്ചിട്ടില്ലേ? അപ്പൊ അതുകൂടെ നമുക്ക് പറയാം. അതൊക്കെ വില്ല് വെച്ചിട്ട് ഐ വിൽ ബിക്കം എ ഡോക്ടർ. സഫീറ, വെരി ഗുഡ്. ഐ വിൽ ബിക്കം എ ഡോക്ടർ. യെസ്, ഓക്കെ, പറയൂ. അടുത്ത നിങ്ങളുടെ ആഗ്രഹം പറയൂ. Jerin, I will celebrate my birthday with my parents. Okay, Tyagarajan? Correct. Yes. Ashley, I will start a business. Okay, Fatima? Yes. Parvati, Kirtana, I will become a good mother. Okay. Yes. We will plan a trip to Kanyakumari. Okay. I will go for a long trip. Okay. Selvi. Yes. ഇനി വില്ല് വെച്ചുള്ള വാചകങ്ങൾ. I will go to Dubai. Appu. Okay. I will find my life. Okay. I will find my life partner. Okay. So I will take some. Okay. First secure the job, then finally a life partner. Yes. I will complete the course. I will get a good job in good reputed organization. Okay, Surya. I will marry him. Okay, Nishida. I will teach my daughter very well. Okay, Archa. Yes. I will. About Anisha, complete dream or I will complete my dreams.
will കഴിഞ്ഞിട്ട് present tense of the verb. I will complete my dreams. I will help my partner. Okay, Safira? Yes. ഇനി ആർക്കാണ് വില്ല് വെച്ച് പറയുന്നത്? ജാക്കി, ആർ യു റെഡി? പറഞ്ഞിട്ടില്ല അത് വില്ല് വെച്ചിട്ട്. വില്ല് വെച്ച് പറഞ്ഞില്ലല്ലോ. I will get a job in medical field. Okay, Safira? വില്ല് വെച്ചിട്ട് 5 വാചകം ഞാനൊക്കെ പറയാം. വില്ല് വെച്ചിട്ട് 5 വാചകം. Yes. I will help my husband. Okay, Shri, I will shoot a film. Okay, Fatima? Very good. I will help my husband എന്ന് പറഞ്ഞപ്പോ ഒരു വാചകം ഞാൻ പറയുന്നത് പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം വന്നൊരു വാചകമാണ്. One should love his wife. One should love his wife. I will repeat the question. One should love his wife. ഒരുവൻ അവന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഇതാണ് സെന്റൻസ്. One should love his wife. Okay, Raki, I will improve my job and life. Okay, Dominic, I will decide to a gifted. I will get a new scooter next year. Okay, okay. One should love his wife. ഒരുവൻ അവന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഈ വാചകം തന്നിട്ട് ഒരു ബ്രാക്കറ്റ് ഒരു ചോദ്യമാണ്. കറക്റ്റ് ഇഫ് ഇറ്റ് ഈസ് റോങ്. ഓക്കെ ആക്ച്വലി ഞാൻ വിളിക്കുമ്പോൾ ആക്ച്വലി വരുന്നില്ലല്ലോ. എക്സ്പ്ലോർ ഒക്കെ മനസ്സിലായി. When I call you, you are not responding. Okay, actually very good. അപ്പൊ ഇതിന്റെ അകത്ത് മിസ്റ്റേക്ക് ഉണ്ടോ? One should love his wife എന്ന് പറയുന്ന വാചകത്തിന് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? Is there a mistake? Okay. Actually, no problem. Yes. Yes, one should love his wife എന്ന് പറയുന്ന വാചകത്തിന് മിസ്റ്റേക്ക് ഉണ്ടോ? ഇവിടെ ഒരാൾ I should help my husband എന്ന് പറഞ്ഞ് എഴുതി കാണിച്ച് I will help my partner എന്ന് എഴുതിയത് കൊണ്ടാണ് ഇത് പറയാൻ കാരണം. Is there any mistake in this sentence? One should love his wife. രാഗിക്ക് എന്തോന്നും മിസ്റ്റേക്ക് ഉണ്ടോ? നോ മിസ്റ്റേക്ക്. അപ്പൊ രശ്മി പറയുന്നത് മിസ്റ്റേക്ക് ഇല്ലായിരുന്നു. ഓക്കെ, മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. യെസ്, ഓക്കെ. അപ്പൊ രശ്മി ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് അതിന് മിസ്റ്റേക്ക് ഉണ്ട്. എ സ്മോൾ മിസ്റ്റേക്ക് അത് കിടപ്പുണ്ട്. നമ്മൾ മലയാളത്തിൽ ചിന്തിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിന്റെ അർത്ഥം അത് പിടികിട്ടാണ്ട് പോയത്. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ മലയാളം മീനിങ് പറഞ്ഞത്. ഒന്ന് ഓക്കെ സിനി, ഐ വിൽ വിസിറ്റ് ദ ഹോളി സിറ്റി നെക്സ്റ്റ് ഇയർ. ഓക്കെ, യെസ്, വൺ ഷുഡ് ലവ് ഹിസ് വൈഫ് എന്ന് പറയുന്നതിൽ ചെറിയൊരു മിസ്റ്റേക്ക് കിടപ്പുണ്ട്. യെസ്, അതായത് മിസ്റ്റേക്ക് കിടക്കുന്നത് അതിന്റെ സബ്ജക്റ്റും ഓബ്ജക്റ്റും തമ്മിലുള്ള ലിങ്കിലാണ്. യെസ്, ആർക്കെങ്കിലും പറയാൻ പറ്റും നോക്കിട്ടെ. ഷുഡിലല്ല. ഓക്കെ, അവിടെ കിടക്കുന്നതേ യെസ്, അവിടെ മിസ്റ്റേക്ക് കിടക്കുന്നത്. അർച്ചന ഓക്കെ. സഫീറ കറക്റ്റ് ആൻസർ. വൺ ഷുഡ് ലവ് വൺസ് വൈഫ് ആണ് കറക്റ്റ്. അവിടെ ഹിസ് വന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് ഹി ആയിരിക്കണം. ഹി ഷുഡ് ലവ് ഹിസ് വൈഫ്. അവൻ അവന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഒരുവന്റെ ഭാര്യയെ സ്നേഹിക്കണം. അതാണ് കറക്റ്റ്. വൺ ഷുഡ് ലവ് വൺസ് വൈഫും ഹി ഷുഡ് ലവ് ഹിസ് വൈഫ്. അതാണ് കറക്റ്റ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ നിങ്ങൾ വളരെ ടാലന്റഡ് ആയ ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റി. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ ഒരു കുഴപ്പമുള്ളതിന് ഞാനിങ്ങനെ ഓക്കെ രശ്മി, ഓക്കെ അതിങ്ങനെയാണ് എന്ന് വന്ന് ഇത് പറയൂ എന്ന് പറയുമ്പോൾ വരുന്നില്ല എന്നുള്ളത് മാത്രം എനിക്ക് ചെറിയൊരു
ഓക്കെ ശരി, അത് കറക്റ്റ്. വൺ ഷുഡ് ലവ് വൺസ്, അത് അപ്പോസിറ്റീവ്സ് അയക്കണം കേട്ടോ. പോയിന്റ് അപ്പോസിറ്റീവ്സ് വൺ ഷുഡ്. യെസ്, ഇത് മാത്രമേ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്, വേറെ ഒരു കാര്യത്തിലും അത് കുഴപ്പമില്ല. ഓക്കെ. ഓക്കെ ശരി. യെസ്, ഇനി ആരാണ് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച്, നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് പറയാൻ പോകുന്നത്? തസ്ലീം. തസ്ലീം. ഓക്കെ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ലല്ലോ. ഒരുപക്ഷെ ക്രിസ്മസ് കഴിഞ്ഞതിന്റെ ഹാങ് ഓവറും പിന്നെ വെക്കേഷന്റെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും വിചാരിക്കുക. അപ്പൊ അതുകൊണ്ട് ആയിരിക്കും നിങ്ങളിങ്ങനെ മാറി നിൽക്കണത്. ഓക്കെ. യെസ്, ഒരാൾ കൂടി വരൂ. അതിനു മുമ്പ് നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു നിർത്തിയിരുന്നു, ഒരു ലെറ്ററിനെ കുറിച്ച് പറഞ്ഞു നിർത്തിയിരുന്നു. അത് അന്ന് പറയാനായിട്ട് പറ്റിയില്ല ആർക്കും. ആ ലെറ്റർ റെഡി ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ട്? ഫുൾ എ പ്ലസ് കിട്ടിയപ്പോ നമ്മൾ ലെറ്റർ എഴുതിയില്ലേ? ലെറ്റർ എഴുതി വെച്ചിട്ട് 2-3 ലെറ്റർ അവിടെ ഇരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അനീഷ ലെറ്റർ പറയൂ. Dear friend, how Yes. are you? How is your husband and sweet daughter? Yes. I am also fine. I am telling you a glad news. My Yes. son passed the SLC examination with the excellent marks. Oh, very good. I am proud of my son. I am so happy. Then small party arranged my home. You also family family joined the party. I am inviting you and your family. Yes. അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഇനി ഈ കാര്യങ്ങൾ ചോദിക്കാമായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. കുഴപ്പമില്ല കുഴപ്പമില്ല. അതൊന്നും കുഴപ്പമില്ല. ഗ്രാമർ തെറ്റാൻ നോക്കൊന്നുമില്ല. അതങ്ങോട്ട് പഠിക്കും. തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ശരിയാക്കാം. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല നിഷ. വെരി ഗുഡ് വെരി ഗുഡ്. നന്നായിട്ടുണ്ട്. യെസ്, ഇനി ആരുടെ ലെറ്ററാണ് അവിടെ ഇരുന്ന്? ഓക്കെ, Dear Swati, it's long time since I wrote. How are you very- doing these days? I'm fine here. I hope you will be fine there and your parents are doing well. Yes. I want to share many things with you, but the most happy thing is that my son got full A+ in SLC examination. Okay, I'm very so good. happy for him. He got cash prize and trophy from nearest club. I'm feeling proud. God really blessed us. So that's why we get this happy moment. I want to celebrate this happy moment with our well-wishers. So I would like to invite you and your family for this party on 25/12/2024. Venue is Ashirwad Auditorium, Kanyangad, Kasaragod. And I already booked a room nearest venue in the hotel. And the hotel name is The Prince. Besides that, I booked a train ticket for you and your family attached with this letter. Train is on 23/12/2024. I'm waiting for your arrival. Please don't miss it. And your daughter is also studying SLC in the next year. I wish you to have the same happy moment and like me. All the best for you and for your daughter also. So I'm expecting for your arrival. Yours dearest friend Savita. വെരി ഗുഡ് സവിത, സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. കുറെ അധികം പോയിന്റുകൾ വന്നു. കുറെ കാര്യങ്ങൾ പറയാനുള്ളത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു. പിന്നെ ഫംഗ്ഷന്റെ കേസ് പറഞ്ഞു. അടുത്ത വർഷം നിന്റെ മകൾക്കും ഇതേ അനുഭവം ഉണ്ടാകട്ടെ എന്ന് കണ്ട. ഇങ്ങനെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോട്ടെ. അങ്ങോട്ട് ഓക്കെ സവിത, സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ രശ്മി. ഓക്കെ രശ്മി. Hi dear Achu, hope you all are doing good. Yes. I wanted to inform you that my son got A+ in all his subjects. Yes. You can't imagine the happiness it gives us to witness his success. Yes. We all are so proud of him. Actually, I didn't have
too much expectations as he had a lot of struggles and limitations. Oh, yes, very good, very good. He had done his schooling from Abu Dhabi O-level school. We had to return to Kerala when he was in 9th standard due to personal problems. Yes, He got admission in CBSE school here, and to cope up with the syllabus, it wasn't a cakewalk. yes, However, we supported him extensively. yes, He is an ambitious child and has set his goals. yes, His dedication, perseverance, and relentless hard work finally paid off. yes, And we are truly thankful to God to help him achieve his milestone. yes. Now he has an intention of joining artificial intelligence field. Oh, very good. So we are in search of colleges offering this degree here in Kerala. Yes, Even we feel he has made a good choice since artificial intelligence is booming in various fields and has yes, a great prospect in future. yes. So need your blessings and love. Yes. Hope to meet you soon. Okay. Very good, Rashmi. Okay, good English. Okay, very good, very good, very good. I had no such expectation about my son, but he finally he is paid off. Very good, very good. Very good, Rashmi. Very good. Okay, okay, okay. അപ്പൊ സവിത പറഞ്ഞതുപോലെ രശ്മി ഒരു ഹൈ ലെവലിൽ വന്നിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഇനി അടുത്തത് നീ ആരാണ്? ലെറ്റർ റെഡി ആക്കിയിട്ട് പറയാൻ പറ്റാണ്ടിരിക്കുന്നത്? Hello, sir. ഓക്കെ, രശ്മി പറയൂ. Dear friends, are you fine? Now I am so happy to write this picture. My son got a full A+ in SSLC examination. Yes. I'm not expect this score because always play with friends and lazy boy. I cannot Yes. believe this achievement. Now I am totally confused. Which is the Yes. best college? What about your opinion? I know you are a teacher now. Oh, Especially, I wrote this letter to invite our family function because arranged a celebration party. Please join your family. And I stop my words. Faithfully your friend. ഓക്കെ, ആക്ച്വലി വളരെ നന്നായിട്ടുണ്ട്. ഓക്കെ, 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 ഓക്കെ. സമയമെടുത്ത് ഇതിന്റെ പേര് നോക്കി വെച്ചതിന്റെ പേരിൽ വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പോ ആക്ച്വലിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഇനി ആരാണ്? Sir, പറയൂ. dear Priyanka, Who is this? I hope you and your family. Sir, യെസ്. പറഞ്ഞേ. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. Dear Priyanka, I hope you and your family find there. I couldn't wait to share the amazing news with you. Our daughter has made us proud by scoring full A+ in her SSLC examination. Do you know, we are over the sky with happiness. And dear, I must say, all her hard work and dedication have truly paid off. Her commitment to her study and determination are qualities that will serve her well throughout her life. Yes. I still remember the countless hours he spent for studying, and also he sacrificed so many of her happiness in that time. It's an amazing yes. feeling to our child achieve her goals and make her dreams reality. I wanted to share this wonderful news with you because I know how much you care about us and our family. May your love and support always be with us. I want to ask an opinion about her future step. She wants to take science group in +2. Is it a good choice?
please join us in celebrating our daughter's outstanding achievement. We are Yes. decided to conducting a small function at home. So happily welcome you and your family in that occasion with love and gratitude, dear friend. ഓക്കെ അർച്ച, വെരി ഗുഡ് വെരി ഗുഡ്, വളരെ നന്നായിട്ടുണ്ട്. ഓക്കെ 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 ഇനിയും വെരി ഗുഡ്, നന്നായിട്ടുണ്ട്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇനിയും നിങ്ങളുടെ കയ്യിലല്ലേ? ഓക്കെ, ഉണ്ടെന്ന് അറിയാം. നമുക്ക് അടുത്ത ക്ലാസ് നമുക്ക് നോക്കാം. സമയമായതുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇങ്ങനെ അടുത്ത ആളെന്ന് പറയുമ്പോഴേ നിങ്ങൾ ഇങ്ങനെ വരിക, മാറി നിൽക്കരുത്. അപ്പൊ എനിക്ക് തന്നെ ഒരു വിഷമം തോന്നും. എത്തിക്കോട്ടെ, അതൊന്നും വിഷയമേ ആക്കണ്ട. അതിന് നമ്മൾ ആർക്കും പറയാറില്ല, തെറ്റിനെ കുറിച്ചൊന്നും പറയാറുള്ളൂ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ആക്ട് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു സംശയം, ഒരു ഡൗട്ട് സർ. സാധാരണ നമ്മൾ ലെറ്ററിൽ യുവർ ഫെയ്ത്ത്ഫുള്ളി യുവർ സാറ്റിസ്ഫൈ എന്ന് എഴുതാറില്ലേ? ഇപ്പൊ ഈ പേഴ്സണൽ ലെറ്ററിനെ നമ്മൾ എങ്ങനെ എഴുതാറ്? യുവർ ലവിംഗ് ആണ് വേണ്ടത്. യുവർസ് ലവിംഗ്, ലവിംഗ്, അഫക്ഷനേറ്റ്ലി, ലവിംഗ്ലി, ഫെയ്ത്ത്ഫുള്ളി നോക്കണ്ട. താങ്ക് യു സർ. അതൊക്കെ ഒഫീഷ്യൽ ലെറ്റർ വെച്ചാൽ, സിൻസിയർലി ഫെയ്ത്ത്ഫുള്ളി ഒക്കെ ഒഫീഷ്യൽ ലെറ്റർ വെച്ചാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഇപ്പൊ നോക്കിയത് മുഴുവൻ നിങ്ങളുടെ ആ സെന്റൻസിന്റെ സ്ട്രക്ചറാണ്. ഓക്കെ, ഇംഗ്ലീഷ് പറയാനായിട്ട് നിങ്ങളുടെ ആ താല്പര്യം എന്ത് പറയുന്നു എന്നുള്ളത് ഞാൻ വിട്ടേക്കാണ്. ഓക്കെ, എങ്ങനെ പറയുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ ഇപ്പോൾ എടുത്തുള്ളൂ. വെരി ഗുഡ്, അത് നമുക്ക് റെഡിയാക്കാം. നിങ്ങൾ ആദ്യം ഒരു കോൺഫിഡൻസ് എന്നോട് പറയട്ടെ. കുറച്ച് പേർക്കൊക്കെ ഉണ്ട് കേട്ടോ, ധൈര്യമായിട്ട് അവസ്ഥ ഇങ്ങനെ ഒരു പ്രിപ്പയർ ചെയ്ത് പറയുമ്പോഴുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് ചുരുങ്ങിയ സമയത്തിൽ പ്രിപ്പയർ ചെയ്ത് അങ്ങനെ പറയാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് കൂടെ വേണം. ചില ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ പങ്കെടുക്കുന്നത് നമുക്ക് അപ്പോഴായിരിക്കും സബ്ജക്ട് കിട്ടുന്നതല്ല, അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് പറയണ്ടേ. അപ്പൊ എപ്പോഴും കുറച്ച് മാറ്റർ നമ്മുടെ കയ്യിൽ എപ്പോഴും കരുതേണ്ടി വരും. യെസ്, ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ ബൈ. സർ ഹോംവർക്ക് എന്താ നെക്സ്റ്റ് ക്ലാസ് പോയോ? എന്താ ടീച്ചർ ഉണ്ട്, ടീച്ചർ വരും കേട്ടോ അടുത്ത ക്ലാസ്.